സദ്യകളിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് പായസം. വിവിധ ഇനങ്ങളിലുള്ള പായസങ്ങൾ സദ്യയിൽ ഇടം പിടിക്കാറുണ്ട്, നമുക്കറിയാം അല്ലെ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. അധികം മധുരമില്ലാത്ത മിഠായി പായസം. ഈ പായസം തയ്യാറാക്കാനായിട്ട് എക്ലയർ മിഠായിയാണ് ഉപയോഗിക്കുന്നത്. ഓട്ടുരുളിയിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഉരുകി വന്നു കഴിഞ്ഞാൽ മിഠായി ചൂട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. മിഠായി ഇങ്ങനെ ഉരുകി കഴിയുമ്പോ മുത്തുകള് പോലെയാവും. അപ്പൊ നമ്മൾ കരുതും പണി പാളിപ്പോയോ എന്ന്. ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി ഉരുളിയിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോ മുത്തുമണികള് പോലെയുള്ള മിഠായി ബിസ്ക്കറ്റ് രൂപത്തിലാവും. അപ്പൊ നമുക്ക് വീണ്ടും സംശയമാവും, വീണ്ടും പണി പാളിയോ എന്ന്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പാല് തിളച്ചു കഴിയുമ്പോ ബിസ്ക്കറ്റ് രൂപത്തിലുള്ള മിഠായി പൂർണ്ണമായും പാലിനൊപ്പം അങ്ങ് അലിഞ്ഞു ചേരും. നിങ്ങളുടെ ടെൻഷനും ഇതുപോലെ അലിഞ്ഞില്ലാതാവും. ഇനി കുറച്ച് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആഹാ, നല്ല മണം വരുന്നില്ലേ? ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന സാബൂനരി, അതായത് ചവ്വരി ചേർത്ത് കൊടുക്കുക. ഈ പായസത്തിൽ ഇനി ചേർക്കുന്നത് നന്നായിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന അരിയടയാണ്. മണിയടയാണ് ഏറ്റവും നല്ലത്. അട ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി കുറച്ച് ഏലക്കാ പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പായസം ഇങ്ങനെ കുറുകി കഴിയുമ്പോ സ്ലൈസ് ആക്കിയ ആൽമണ്ട്, നുറുക്കിയ പിസ്ത ഇതുകൂടെ ചേർക്കുക. ദേ, നമ്മുടെ മിഠായി പായസം റെഡിയായി കഴിഞ്ഞു. അധികം മധുരം ഇല്ലാത്ത ഈ മിഠായി പായസം ഓണത്തിന് സദ്യക്കൊപ്പം നമുക്ക് വിളമ്പാം. മധുരമുള്ളതാകട്ടെ നിങ്ങളുടെ ഈ ഓണനാളുകൾ.